ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ SSLC മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. 1 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, ചീനവലയ്ക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ, മുരിങ്ങാമരത്തോപ്പ്. ഇവിടെ ഉറക്കം നടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഗാഠമായി ഉറങ്ങുക, സ്വപ്നം കാണുക, കപടത നടിക്കുക, അലഞ്ഞു നടക്കുക. ഉത്തരം കപടത നടിക്കുക എന്നാണ് ഉറക്കം നടിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, കാര്യകാരണ ബന്ധം വിശകലനം ചെയ്ത് ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ യൂസഫിന് കഴിയുന്നില്ല. കാരണം യൂസഫിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാര്യവും കാരണവും ശരി, കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്, കാര്യവും കാരണവും തെറ്റ് എന്നതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി, കാര്യം ശരി, കാരണം തെറ്റ് എന്നതാണ് നമ്മുടെ ഉത്തരം. ചോദ്യം 3, മനസ്സ് രുചിജനകം, എൻ്റെ ചിറക് മണികനകം, ഇതുകൊണ്ടാകാം നീ ധനികൻ. ഈ സന്ദർഭത്തിൽ പ്രകടമാവുന്ന ഹംസത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്ത്? അപ്പോൾ നമുക്കറിയാം, ഹംസത്തെ പിടിക്കാൻ ശ്രമിക്കുന്ന നളൻ രാജാവിനെ ഹംസം അതിൽ നിന്ന് തിരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അപ്പോൾ ഇത് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ധനത്തോടുള്ള അമിതമായ ആഗ്രഹം, രാജാവിന്റെ തെറ്റുതിരുത്താനുള്ള ആർജവം, സൗന്ദര്യത്തിലും സമ്പത്തിലുമുള്ള അഹങ്കാരം, രാജകുടുംബത്തോടുള്ള അതിരറ്റ സ്നേഹം. അപ്പം എന്താണ്? രാജാവിന്റെ തെറ്റുതിരുത്താനുള്ള ആർജവമാണ് ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഹംസത്തിന്റെ സ്വഭാവ സവിശേഷതയായി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയായി വിഗ്രഹിച്ചെഴുതിയത് ഏതാണ്? വൃക്ഷത്തലപ്പ്, വൃക്ഷത്തിന്റെ തലപ്പ്, നിർമ്മല തടാകം, നിർമ്മലയും തടാകവും, സ്ഫടികപാത്രം, സ്ഫടികം കൊണ്ടുള്ള പാത്രം, ഉത്തരേന്ത്യ, ഉത്തരവും ഇന്ത്യയും. അപ്പോൾ ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം തെറ്റാണ് ചിലതൊക്കെ, അല്ലേ? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് 1ഉം 2ഉം ശരി, 2ഉം 4ഉം ശരി, 1ഉം 3ഉം ശരി, എല്ലാം ശരി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിലും ഈ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് എഴുതുമ്പോൾ തെറ്റിപ്പോകരുത്. അപ്പോൾ കൃത്യമായിട്ടുള്ള തന്നിട്ടുള്ള ശരിയായിട്ടുള്ളതിൻ്റെ ഓപ്ഷൻസ് വേണം തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലറിയാം, ഒന്നാമത്തത് ശരിയാണ്, മൂന്നാമത്തത് ശരിയാണ്, ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 1ഉം 3ഉം ശരി എന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ് ശരി. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ വെറുതെ വായിക്കാതെ എഴുതരുത്. തീർച്ചയായും മനസ്സിലാക്കി ഓപ്ഷനിലുള്ളത് തന്നെ എഴുതുക. ഇനി 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കാണ്. അടുത്ത ചോദ്യം, ദ്രോണരാമാചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതു പട. കർണന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാവ്യ സന്ദർഭത്തിൽ പ്രകടമാകുന്നത്? കണ്ടെത്തി എഴുതുക. നമുക്കറിയാം, കർണനോട് തൻ്റെ സൈന്യത്തിൻ്റെ സൈന്യാധിപനാകാൻ വേണ്ടിയിട്ട് സുയോധനൻ നിർബന്ധിക്കുമ്പോൾ കർണൻ പറയുകയാണ്, ദ്രോണരായിട്ടുള്ള ഗുരുക്കളായിട്ടുള്ള ദ്രോണർ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് സേനാപതി ആകുന്നത്? അതിന് ഏറ്റവും ശ്രേഷ്ഠൻ ദ്രോണരാണ് എന്ന് സുയോധനനോട് പറയുന്ന സന്ദർഭമാണിത്. അപ്പോൾ കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ കർണൻ്റെ കഥാപാത്രം നിരൂപണം ഇത് കൃത്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കർണനെക്കുറിച്ച് എഴുതാൻ തീർച്ചയായും വരും. കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ കർണൻ്റെ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം തന്നിട്ട് കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളത് കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക. പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു പോകാനും പാടങ്ങൾ മാഞ്ഞു പോകാനും തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ വാക്യങ്ങളാക്കാനാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും. ഒരു വലിയ വാക്യം നിന്നിട്ട് അതിനെ ചെറുതാക്കാനും, അല്ലെങ്കിൽ ഒറ്റ വാക്യം തന്നിട്ട് അതിനെ പല വാക്യങ്ങളാക്കാനും, അല്ലെങ്കിൽ പല വാക്യങ്ങൾ തന്നിട്ട് അതിനെ ഒറ്റ വാക്യമാക്കാനും ചോദ്യമുണ്ടാവും. അപ്പോൾ പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണുപോയി, അല്ലെങ്കിൽ താണു പോയി.
പാടങ്ങൾ മാഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അക്കരയും ഇക്കരയും തമ്മിൽ കാണാണ്ടായി. അപ്പം അങ്ങനെ ഈ അർത്ഥവ്യത്യാസം വരാതെ എന്ത് ചെയ്യുക, ലഘുവാക്യങ്ങളാക്കാൻ ശ്രമിക്കുക. ആ ഒരു വാക്യത്തിൻ്റെ അർത്ഥം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ലഘുവാക്യങ്ങളാക്കാൻ ശ്രമിക്കുക. ഇനി ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസിൻ്റെ എയും ബിയും ഉണ്ട്. തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പ് ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ വെള്ളത്തിൻ്റെ മകൾ ആലപ്പുഴ വെള്ളം. ദേശത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വരികൾ നൽകുന്നത്? അപ്പോൾ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ആശയം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു പ്രത്യേകതകൾ, ആ ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വൈകാരികമായിട്ടുള്ള അവരുടെ പ്രകടനങ്ങളുടെയൊക്കെ തന്നെ വിശദമായിട്ടുള്ള ഒരു ആശയം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് കാണുക. അതിൽ നിന്ന് നമുക്ക് ഈ ദേശത്തെക്കുറിച്ചുള്ള എന്തൊക്കെ സൂചനകളാണ് നൽകുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, വാടി വീണേക്കാം നാളെ തയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ പ്രയാണം. ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് എത്രമാത്രം പ്രസക്തമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. അപ്പോൾ ഓരോ പൂക്കൾ വാടി വീഴുന്തോറും പുതിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ തന്നെ ശാസ്ത്രത്തിൽ ഓരോ ഓരോ കണ്ടുപിടുത്തങ്ങളും വിഫലമാകുമ്പോൾ തീർച്ചയായും അടുത്ത അതിനേക്കാളും ഇരട്ടി ഫലത്തോടു കൂടി അല്ലെങ്കിൽ ഇരട്ടി ശക്തിയോടുകൂടി അടുത്ത കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്ര പുരോഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലോകം ഇത്രത്തോളം ചൊവ്വയിൽ പോലും കാല് വെക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വെക്കാൻ ഉള്ള ഒരു പ്രാപ്തി നേടിയത് ശാസ്ത്ര പുരോഗതിയിലൂടെ തന്നെയാണ്. അപ്പോൾ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് എത്രമാത്രം പ്രസക്തമാണെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പലരുടെയും കഠിന പരിശ്രമങ്ങൾ തന്നെയാണ്, നമ്മുടെ പിൻതലമുറയിലുള്ള ഓരോ വ്യക്തിയുടെയും കഠിന പരിശ്രമത്തിലൂടെയാണ്, അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ്, അവരുടെ ത്യാഗങ്ങളിലൂടെയാണ് ഇതൊക്കെ നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ അതിനെയും കൂടി കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഇനി 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ്. 5 മാർക്കാണ്. അരപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ ഒരു വശം, ആ ഒരു വശത്തിൻ്റെ അരപ്പുറം എഴുതിയാൽ മതിയാവും. കൂടിപ്പോയാൽ ആ ഒരു പുറം, ഒരു സൈഡ് മാത്രമേ എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ ഈ 5 മാർക്കിന് അരപ്പുറം എഴുതാൻ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ എഴുതാതെ 1.5 പേജൊക്കെ എഴുതി വെച്ചത് കൊണ്ട് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഇല്ല. അപ്പോൾ കൃത്യമായി ആശയങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഇനി 8ാമത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗത്തെ പ്രധാന ആശയങ്ങൾ 1/3 ചുരുക്കി എഴുതുക. പുസ്തകത്തിന് വേണ്ടി പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാൻ മടിക്കാത്തവരും ഉണ്ടായിട്ടുണ്ട്. ചാൾസ് ലാം പട്ടിണി കിടന്ന് പുസ്തകം വായിച്ച ആളാണത്രേ. ഇറാസ്മസ് എന്ന വിസ്തൃതനായ ഡച്ച് പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് പണം കൊണ്ട് വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ പുസ്തകങ്ങളായിരിക്കണമെന്നും ബാക്കി വന്നാൽ അതും കൊണ്ടും പുസ്തകം വാങ്ങണമെന്നാണ്. എമേഴ്സൺ പറയുന്നത് ഒരു വലിയ മനുഷ്യനായി തീരണമോ വലിയ ഒരു വായനക്കാരൻ കൂടി ആയിരിക്കണമെന്നാണ്. മഹാന്മാരെല്ലാം വീഴ്ച കൂടാതെ ഇറങ്ങിക്കുളിച്ച ഒരേ ഒരു പുണ്യതീർത്ഥമാണ് പുസ്തകം. എല്ലാ പുസ്തകങ്ങളും ഭോജ്യങ്ങളല്ല, പലതും അഭക്ഷ്യങ്ങളാണ്. വായനയുടെ ലോകത്തിലാണ് ഇന്ന് ഏറ്റവും അധികം ഭക്ഷ്യവിഷബാധ നടമാടുന്നത്. വിഷം, ചെളി, കല്ല്, മരപ്പൊടി ഇവയ്ക്കൊക്കെ തുല്യങ്ങളായ ഗ്രന്ഥങ്ങളുണ്ട്. മികച്ച കൃതികൾക്ക് വായനക്കാർ ഇല്ലാതിരിക്കുകയും പൊട്ടക്കൃതികൾക്ക് കണക്കില്ലാത്ത വായനക്കാർ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ കിടപ്പ്. വായിക്കാൻ പാടില്ലാത്തവ വായിക്കാൻ ആള് കൂടുമ്പോൾ വായന സാമൂഹ്യമായ ഒരു വൻ വിനയായി തീരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം, ഇങ്ങനെ ഒരു ഗദ്യഭാഗമോ ഏതെങ്കിലും ഒരു കൃതിയുടെ ഭാഗമോ നിങ്ങൾക്ക് തന്നതിന് ശേഷം അതിനെ 1/3 ഒട്ടും ആശയം ചോർന്നു പോകാതെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ച് അപഗ്രഥിച്ച് അതിനെ ചുരുക്കി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. 1/3 ചുരുക്കുക എന്ന് പറയുമ്പോൾ പ്രധാന ആശയങ്ങളൊന്നും വിട്ടുപോകാൻ പാടില്ല, എന്നാൽ വലിച്ചു നീട്ടി എഴുതാതിരിക്കാനും ശ്രമിക്കുക. പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ആശയം ഉൾപ്പെടുത്തി ഒരു ചുരുക്ക വിവരണം എഴുതാൻ ശ്രമിക്കുക. ഇനി അടുത്ത ചോദ്യം, അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്. റെസിഡന്റ് എഡിറ്റർ.
സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്രം ഇന്നത്തെ കാലത്ത് പ്രസക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്ര നിരൂപണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി കാണുക, ആ ഒരു കഥാപാത്ര നിരൂപണം പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം, മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. അന്നന്നത്തെ മോക്ഷം. ഞാനൊരാൾ മാത്രം എൻ്റെ മോണിറ്ററിൽ ദൂരം വളർന്നു പോം സൈബറിൽ വേറെ ഏതോ പ്രപഞ്ചസാരങ്ങളിൽ ഭൂമി കൈവിട്ട ഒരേകാന്ത യാത്രകൾ. സൈബർ നിലാവ്, ആലങ്കോട് ലീലാകൃഷ്ണൻ. നവമാധ്യമകാല ജീവിതത്തെക്കുറിച്ചുള്ള 2 കാവ്യഭാഗങ്ങളിലെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചോദ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. അന്നന്നത്തെ മോക്ഷം എന്ന കവിത വളരെ പ്രധാനപ്പെട്ട, വളരെ ആനുകാലിക പ്രസക്തി ആർജിക്കുന്ന ഒരു കൃതിയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കവിതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു കവിതയുടെ അതേ ആശയം വരുന്ന മറ്റ് കൃതികളെ കുറിച്ചും താരതമ്യം ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു കൃതിയുടെ ആശയത്തെ വെച്ചുകൊണ്ടോ തീർച്ചയായും ഈ ഒരു നമ്മുടെ ഈ ഒരു നവമാധ്യമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നവമാധ്യമ കാലത്തെക്കുറിച്ചോ ഇന്നത്തെ കാലത്തെ പ്രസക്തിയെക്കുറിച്ചോ ഒക്കെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് വേണം ഈ ഒരു ചോദ്യത്തെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് കുറേ ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നവമാധ്യമങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിലെ നവമാധ്യമങ്ങൾ പലതരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ചതിക്കുഴികളൊക്കെ ഒരുക്കിയിരിക്കുന്നതാണ്. ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നവമാധ്യമങ്ങൾ എത്രത്തോളം കുട്ടികളിൽ അല്ലെങ്കിൽ യുവാക്കളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തി തീർക്കുന്നു എന്നത് ഒരു സൈഡ് നിൽക്കുമ്പോൾ, അതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ ദോഷങ്ങളെയൊക്കെ കുറിച്ച് എഴുതാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായും ഈ ഒരു കവിത ആ ഒരു രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ ആശയത്തെ പൂർണ്ണമായും ഗ്രഹിച്ചുകൊണ്ട് ആന്തരിക അർത്ഥത്തെയും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു കവിതയെ പഠിക്കുക. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയം ഞാൻ കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 2 കൃതികളെയും കൂടി താരതമ്യം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അന്നത്തെ മോക്ഷം എന്ന കവിതയിൽ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സൈബർ ഇടങ്ങളിൽ മാത്രം തൻ്റെ ജീവിതം ഹോമിക്കുന്ന അല്ലെങ്കിൽ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു തലമുറയെ കാണിക്കുമ്പോൾ, ഇവിടെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ സൈബർ നിലാവ് എന്ന ഈ ഒരു കവിതയിലും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ മാത്രമാണ് ഒരു മോണിറ്ററിന് മുന്നിൽ, എൻ്റെ ചുറ്റിനും മറ്റാരുമില്ല. അപ്പോൾ എൻ്റെ വഴികളൊക്കെ തന്നെ വളർന്നു പോവുകയാണ്, വേറെ ഏതോ പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്, അവിടെ ഞാനും ഒരു മോണിറ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എത്രത്തോളം ചുരുങ്ങിപ്പോയി നമ്മുടെ ലോകം എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കൃത്യമായും ഈ ഒരു വസ്തുതകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ദൂഷ്യവശങ്ങളും ഗുണവശങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കുക, 7 മാർക്കിൻ്റെയാണ്. 12ാമത്തെ ചോദ്യം, മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരം. സർക്കാർ ഉത്തരവുകളും ജില്ലാ കോടതി വരെയുള്ള വിധിന്യായങ്ങളും മലയാളത്തിലാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന മലയാളം ഭാഷാ ബില്ലുമായി സംസ്ഥാന സർക്കാർ. ബിൽ നിയമമാകുന്നതോടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കും. ഭാഷയുടെ വളർച്ച, പരിപോഷണം, പരിപാലനം എന്നിവ ഉറപ്പുവരുത്താനും ബിൽ ലക്ഷ്യമിടുന്നു. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. തന്നിരിക്കുന്ന പത്രവാർത്തയും പാഠഭാഗവും വിശകലനം ചെയ്ത് പഠനം മാതൃഭാഷയിൽ എന്ന വിഷയത്തിൽ കേരളപ്പിറവി ദിനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, പ്രഭാഷണം എന്നത് നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു സദസ്സിന് മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. പ്രസംഗവും പ്രഭാഷണവും ഒന്നല്ല. പ്രഭാഷണ ഭാഷ വേറെയാണ്, അതിൻ്റെ ശൈലി വേറെയാണ്. പ്രസംഗ ഭാഷ വേറെയാണ്, അതിൻ്റെ ശൈലി വേറെയാണ്. അപ്പോൾ പ്രഭാഷണവും പ്രസംഗവും എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. പ്രഭാഷണം എന്നത് നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുള്ള സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെതായിട്ടുള്ള ശൈലികളുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെയൊരു ചോദ്യം, മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു ചോദ്യം തീർച്ചയായും നമുക്കുണ്ടാവും. മാതൃഭാഷയുടെ
അനിവാര്യത അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ശ്രേഷ്ഠതയൊക്കെ കാണിച്ചുകൊണ്ടുള്ളതാണ് പല യൂണിറ്റുകളും നമ്മൾ കണ്ടു. അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആദ്യത്തെ പത്രവാർത്ത നോക്കുക, അത് മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചതാണ്. സർക്കാർ ഉത്തരവുകളെല്ലാം, ജില്ലാ കോടതി വരെയുള്ള എല്ലാ വിധിന്യായങ്ങൾ പോലും മലയാള ഭാഷയിലാക്കാനുള്ള ഒരു നിയമം, അത് ബില്ല് പാസ്സാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ രണ്ടാമത് കൊടുത്തിട്ടുള്ളത് പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ്. അതായത് തൻ്റെ മാതൃഭാഷ നല്ലതുവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകളെ പഠിക്കാനും മനസ്സിലാക്കാനും മറ്റു ഭാഷയെ ബഹുമാനിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ മകള് സ്വന്തം മാതൃഭാഷ പഠിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അത് അറിയില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് വേദനിക്കുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് കോപിഷ്ഠനാകുന്നുണ്ട്. അതൊക്കെ തന്നെ അദ്ദേഹത്തിന് മാതൃഭാഷയോടുള്ള ആ ഒരു വൈകാരികത കൊണ്ടാണ്. അപ്പോൾ മാതൃഭാഷ ഒരു മനുഷ്യന് എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പത്രവാർത്ത ആയിക്കൊള്ളട്ടെ, ഈ ഒരു കൃതി ആയിക്കൊള്ളട്ടെ. അപ്പോൾ തീർച്ചയായും ഇത് തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠനം മാതൃഭാഷയിൽ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കേരളപ്പിറവി ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം എഴുതേണ്ടി വരും. നമ്മുടെ മലയാളമായിട്ടുള്ള മാതൃഭാഷയെക്കുറിച്ച് മാത്രമല്ല, ഓരോ വ്യക്തികളുടെയും മാതൃഭാഷ അവിടെ നിങ്ങൾ എഴുതാവുന്ന ഒരു വരിയാണ്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന ആ വരികൾ നിങ്ങളത് കോട്ട് ചെയ്ത് തീർച്ചയായും എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഈ കൃതിയിൽ നിന്നുള്ള വരികളാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തെഴുതാം, സന്ദർഭങ്ങളാണെങ്കിലും എടുത്തെഴുതാം. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു വൈകാരികത കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.